ഹായ് ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ നേച്ചർ സീരീസിൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ്. ഇനി നമ്മളിവിടെ പെയിൻറ്റ് ചെയ്യാൻ പോകുന്നത് ഒരു ലേക്ക് വ്യൂ ആണ്. അപ്പോൾ ലേക്ക് വ്യൂവിൻ്റെ കൂടെ നമ്മൾ കുറച്ച് മൗണ്ടൻസും കുറച്ച് ട്രീസും കൂടെ വരയ്ക്കുന്നുണ്ട്. ആദ്യം നമുക്ക് സ്കൈ പെയിൻറ്റ് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ ബ്ലൂ ഷെയ്ഡാണ് എടുത്തിരിക്കുന്നത്. ബ്ലൂവിൻ്റെ കൂടെ കുറച്ച് വൈറ്റ് കളറും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു ലൈറ്റ് ഷെയ്ഡും കൂടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഫ്ലാറ്റ് ബ്രഷ് യൂസ് ചെയ്യാവുന്നതാണ്. ഏത് സൈസിലത്തെ ഫ്ലാറ്റ് ബ്രഷ് ആണെങ്കിലും യൂസ് ചെയ്യാം. വൺസ് ബാക്ക്ഗ്രൗണ്ട് ഫിൽ ചെയ്തതിന് ശേഷം നമുക്ക് മൗണ്ടൻ വരച്ച് തുടങ്ങാം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ള കളേഴ്സ് ബേൺഡ് അംബർ എന്ന് പറഞ്ഞ ഷെയ്ഡ്, അതുപോലെ ബേൺ സിയന്ന, വൈറ്റ് ഷെയ്ഡ്സ്, ഇതൊക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഏതെങ്കിലും റൗണ്ട് ബ്രഷ് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് അവിടെ ഇവിടെയും ഒരു ടെക്സ്ചർ പോലെ നമുക്ക് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ലൈറ്റ് അടിക്കുന്ന ഭാഗത്ത് കുറച്ചും കൂടെ വൈറ്റ് മിക്സ് ചെയ്തിട്ടൊരു ഹൈലൈറ്റ്സ് പോലെ നമുക്ക് കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും നല്ലൊരു റെഫറൻസ് ഇമേജ് ഉണ്ടെങ്കിൽ അതിൽ എവിടെയൊക്കെയാണ് വൈറ്റ് ഷെയ്ഡ് വരുന്നതെന്നും എവിടെയൊക്കെയാണ് ഷാഡോസ് വരുന്നതെന്ന് നോക്കി അതുപോലെ ചെയ്യുവാണെങ്കിൽ നമുക്ക് ആ ഒരു 3D എഫക്റ്റ് നമുക്ക് ആ മൗണ്ടിന് കൊണ്ടുവരാൻ പറ്റും. അതിനുശേഷം നമുക്ക് കുറച്ച് ട്രീസ് വരയ്ക്കാൻ വേണ്ടി ആദ്യം ഞാൻ ബാക്ക്ഗ്രൗണ്ടായിട്ട് ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ച് ബ്ലാക്കും കുറച്ച് സാപ്പ് ഗ്രീനും കൂടെ മിക്സ് ചെയ്തിട്ട് കുറച്ച് പൈൻ ട്രീസാണ് വരയ്ക്കുന്നത്. പൈൻ ട്രീസ് എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്ന് ഞാൻ മുമ്പത്തെ പല വീഡിയോയിലും കാണിച്ചിട്ടുണ്ട്. വൺസ് പൈൻ ട്രീസ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു മൗണ്ടൻസിനും ഈ ഒരു പൈൻ ട്രീസിനും റിഫ്ലക്ഷൻ വരയ്ക്കണം. ഇതൊരു സ്റ്റില്ലേക്കായിട്ടാണ് വരച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ റിഫ്ലക്ഷനും ഏകദേശം നമ്മുടെ പെയിൻറ്റിങ് പോലെ തന്നെ സിമിലർ ആയിരിക്കും. വലിയ ഡിഫറൻസ് ഒന്നും ഞാനിവിടെ കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെയാണോ മുകളിൽ വരച്ചേക്കുന്നത് എക്സാക്ട്ലി സെയിം ആയിട്ട് താഴത്തേക്ക് വരച്ചാൽ മതി. ഈ മൗണ്ടൻ്റെ എഡ്ജസിലൊക്കെ മാത്രമായിട്ടും അതുപോലെ ട്രീയുടെ എഡ്ജസിലൊക്കെ മാത്രമായിട്ടും ജസ്റ്റ് ഇങ്ങനെ ഒരു ഓളം വരുന്ന പോലെ ജസ്റ്റ് ബ്രഷ് കൊണ്ട് ലൈൻസ് ആയിട്ട് വരച്ചു കൊടുത്താൽ മതി. അതിനുശേഷം നമുക്ക് മരത്തിൻ്റെ കുറച്ച് ഡീറ്റെയിലിംഗ് കൊടുക്കാം. ഞാനിവിടെ അതിന് വേണ്ടി ലീഫ് ഗ്രീൻ ഷെയ്ഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ നേരത്തെ വരച്ചിട്ടുള്ള പൈൻ ട്രീസിൻ്റെ കുറച്ച് അടുത്ത് കാണുന്ന ട്രീസ് എന്ന രീതിയിൽ ചെറിയ രീതിയിൽ അവിടെ ഇവിടെയും ആ ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ് കൊടുക്കുമ്പോൾ ആ ഒരു മരത്തിന് കുറച്ച് ഡെപ്ത്ത് നമുക്ക് ഫീൽ ചെയ്യും. അതേപോലെ തന്നെ റിഫ്ലക്ഷൻ താഴെ നമ്മൾ കൊടുക്കാൻ മറക്കരുത്. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു പെയിൻറ്റിംഗ് ആണിത്. എല്ലാവരും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ടുള്ള നിങ്ങളുടെ ക്രിയേഷൻസ് എനിക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.